ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് വരികയാണ്. നടന്നു വന്നപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഒരു കാഴ്ച? കാരണം ഇതെല്ലാം ഒരു ചീരയാണ്. സാമ്പാർ ചീര അല്ലെങ്കിൽ കൊഴുപ്പൻ ചീര എന്ന് പറയപ്പെടുന്നു. ഈ ചീര വളരെയധികം പോഷക ഗുണമുള്ള ഒന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അനീമിയ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും എല്ലാം അനുയോജ്യമായിട്ടുള്ളൊരു ചീര ഇനമാണ്. ഈ ചീര നമ്മൾക്ക് യാതൊരു പരിചരണവും നമ്മൾ നൽകേണ്ടതില്ല. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ പെരുങ്കാടായിട്ട് ഇങ്ങനെ അങ്ങ് വളർന്ന് വരികയാണ്. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല ജലാംശം ഉണ്ട്. അങ്ങ് വാഴയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തും ഈ ചെടി ഇങ്ങനെ ഇടതൂർന്ന് ഇങ്ങനെ വളർന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് ഇത് നമ്മൾ അരിഞ്ഞ് കുറേ ക്വാണ്ടിറ്റി എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇത് വാടുമ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തു നിന്നും വെള്ളം മാത്രം കുറേ കാണും. കൂട്ടുകാരെ, ഇത് കാണിക്കാൻ കാരണം സാധാരണ പറമ്പ് മുഴുവനും മഴ സീസണിൽ പെരുങ്കാടാണ്. ഇതിപ്പോൾ മുഴുവനും ഈ ചീരയാണ് കാടായിട്ട് ഇങ്ങനെ വളർന്ന് കിടക്കുന്നത്. അത് കാണാൻ നല്ല ഒരു ചന്തമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇടുകയാണ് കൂട്ടുകാരെ. കണ്ട, എല്ലാവരും കണ്ട, ഈ വാഴയൊക്കെ നിൽക്കുന്ന അതിൻ്റെ സമീപത്തായിട്ടാണ് ഈ കൊഴുപ്പൻ ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര ഇങ്ങനെ കാണപ്പെടുന്നത്. ഇഷ്ടം പോലെയുണ്ട്. വീട്ടിൻ്റെ മുറ്റത്തുള്ള തെങ്ങിൻ ചുവട്ടിലും ധാരാളമായിട്ട് കാണുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വളരെ രുചിയാണ് കഴിക്കാൻ. നമ്മുടെ അനീമിയൊക്കെ മാറ്റുന്നതിന്, പിന്നെ മാത്രമല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിന് എല്ലാം ഏറെ പലതരത്തിലുള്ള വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതും വളരെയധികം ഈ ചീരയിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു വയലറ്റ് നിറത്തിലുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വൈകുന്നേരമായത് കാരണം ഞാനിപ്പോൾ വന്ന സമയം നല്ല സന്ധ്യ മയങ്ങിയ ഒരു സമയമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പൂവെല്ലാം വാടി നിൽക്കുന്നു കൂട്ടുകാരെ. കണ്ട, അങ്ങോട്ടൊക്കെ ഉണ്ട് തെങ്ങ്. തൈയുടെ സൈഡിലെല്ലാം ഈ ചീര തന്നെയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്കോട്ടൊന്നും കയറുന്നില്ല. കാടായിട്ടിങ്ങനെ നിൽക്കുന്നു. കണ്ട, നടന്നു വരുന്ന വഴിയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തഴച്ച് വളർന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ തണ്ട് ഉൾപ്പെടെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത്. എല്ലാവരും ഇത് വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പൂവ് കണ്ട, ഇതിൻ്റെ പൂവ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു. ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോ വൈകിട്ട് ഇടാം.